ഇന്ത്യൻ നിരത്തുകളിൽ തലയെടുപ്പോടെ കുതിച്ചു പായുന്ന റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഇന്ന് ഒരു വാഹനത്തിനുമപ്പുറം ഒരു വികാരമാണ്. അതിന്റെ ഗാംഭീര്യമുള്ള രൂപവും ഹൃദയം തൊടുന്ന തുടിപ്പും തലമുറകളെയാണ് ആരാധകരാക്കി മാറ്റിയത്. എന്നാൽ ഇന്ന് ലോകത്തിലെ മിഡ് സൈസ് മോട്ടോർ സൈക്കിൾ വിപണിയിലെ രാജാവായി വാഴുന്ന ഈ ബ്രാൻഡ് ഒരു കാലത്ത് മരണത്തോടടുത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിലായിരുന്നു എന്നത് പലർക്കും അറിയാത്ത ചരിത്രമാണ്. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന് ആഗോളതലത്തിൽ ഒരു കൾട്ട് ബ്രാൻഡായി മാറിയ റോയൽ എൻഫീൽഡിന്റെ അവിശ്വസനീയമായ തിരിച്ചുവരവിന്റെ കഥയാണിത്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റോയൽ എൻഫീൽഡിന്റെ കഥ ആരംഭിക്കുന്നത് 1901 ഇംഗ്ലണ്ടിലെ റെഡിച്ച് എന്ന പട്ടണത്തിലാണ്. തോക്ക് പോലെ നിർമ്മിച്ചത്, മെയ്ഡ് ലൈക്ക് എ ഗൺ എന്നതായിരുന്നു അവരുടെ മോട്ടോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തോക്കുകളും സൈക്കിളുകളും നിർമ്മിച്ചിരുന്ന ഒരു കമ്പനിയായിരുന്നു അത്. പിന്നീട് അവർ മോട്ടോർ സൈക്കിൾ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു. ഇന്ത്യയുമായുള്ള എൻഫീൽഡിന്റെ ബന്ധം ആരംഭിക്കുന്നത് 1949 എന്നാൽ ഈ ബന്ധം ഉറപ്പിച്ചത് ഇന്ത്യൻ സൈന്യമാണ്. 1952 അതിർത്തിയിൽ പട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ കരുത്തുറ്റ ഒരു മോട്ടോർ സൈക്കിളിനായി ഇന്ത്യൻ സർക്കാർ അന്വേഷണം ആരംഭിച്ചു. അവരുടെ അന്വേഷണം ചെന്നെത്തിയത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിലാണ്. 1954 800 ബുള്ളറ്റ് 350cc ബൈക്കുകൾക്ക് സർക്കാർ ഓർഡർ നൽകി. ഇന്ത്യൻ വിപണിയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ റോയൽ എൻഫീൽഡ് 1955 ചെന്നൈയിലെ മദ്രാസ് മോട്ടോഴ്സുമായി ചേർന്ന് എൻഫീൽഡ് ഇന്ത്യ എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിച്ചു. ലൈസൻസിന് കീഴിൽ ബുള്ളറ്റുകൾ അസംബിൾ ചെയ്യാനായി ചെന്നൈയിലെ തിരുവൊട്ടിയൂരിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. 1962 ആയപ്പോഴേക്കും ബൈക്കിന്റെ എല്ലാ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷ് രക്തമുള്ള ബുള്ളറ്റിന് ഒരു ഇന്ത്യൻ ഹൃദയം കൈവന്നു. 1971 UK പേരന്റ് കമ്പനി പ്രവർത്തനം അവസാനിപ്പിച്ചെങ്കിലും ഇന്ത്യൻ എൻഫീൽഡ് യാത്ര തുടർന്നു. ഇന്ത്യൻ നിരത്തുകളിൽ ബുള്ളറ്റിന് എതിരാളികൾ ഉണ്ടായിരുന്നില്ല. അതൊരു കരുത്തിന്റെയും പൗരുഷത്തിന്റെയും പ്രതീകമായി മാറി. എന്നാൽ 1980കളോടെ കാര്യങ്ങൾ മാറിമറിയാൻ തുടങ്ങി. ഇന്ത്യൻ വിപണിയിലേക്ക് ഇന്ധനക്ഷമത ഏറിയതും വില കുറഞ്ഞതും കൂടുതൽ ആശ്രയിക്കാവുന്നതുമായ ജാപ്പനീസ് 100cc ബൈക്കുകളുടെ, അതായത് ഹീറോ ഹോണ്ട, യമഹ, സുസുക്കി തുടങ്ങിയ വാഹനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടായി. ഈ പുതിയ ബൈക്കുകൾ സാധാരണക്കാരന്റെ മനസ്സ് കീഴടക്കി. അതോടെ ഭാരമേറിയതും ഇടയ്ക്കിടെ ഓയിൽ ലീക്ക് ആവുന്നതും ഉയർന്ന മെയിൻ്റനൻസ് കോസ്റ്റും ഉള്ളതുമായ റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഒരു വെള്ളാനയായി മുദ്രകുത്തപ്പെട്ടു. വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. 1990കൾ എത്തിയപ്പോൾ കമ്പനി പൂർണ്ണമായും തകർച്ചയുടെ വക്കിലായി. അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്യുക എന്നതിനെക്കുറിച്ച് കമ്പനിയുടെ ഉടമകളായ ഐഷർ മോട്ടോഴ്സിന്റെ ബോർഡ് ഗൗരവമായി ആലോചിച്ചു തുടങ്ങി. ട്രാക്ടറുകളും വാണിജ്യ വാഹനങ്ങളും നിർമ്മിക്കുന്ന ഐഷർ ഗ്രൂപ്പ് 1994 എൻഫീൽഡ് ഇന്ത്യയെ ഏറ്റെടുക്കുന്നത്. എന്നാൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന ഈ മോട്ടോർ സൈക്കിൾ വിഭാഗം ഐഷർ ഗ്രൂപ്പിന് ഒരു വലിയ ഭാരമായി മാറി. 2000 ഐഷർ ഗ്രൂപ്പിന്റെ തലവനായ വിക്രം ലാൽ ഒരു നിർണായക തീരുമാനമെടുത്തു. നഷ്ടത്തിലോടുന്ന റോയൽ എൻഫീൽഡിന്റെ ചുമതല തന്റെ 26 വയസ്സുകാരനായ മകൻ സിദ്ധാർത്ഥ് ലാലിനെ ഏൽപ്പിച്ചു. മോട്ടോർ സൈക്കിളുകളോട് അടങ്ങാത്ത അഭിനിവേശമുണ്ടായിരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദമുള്ള സിദ്ധാർത്ഥ് ആ വെല്ലുവിളി ഏറ്റെടുത്തു. 26ാം വയസ്സിൽ അതൊരു രസകരമായ കാര്യമായി തോന്നി. എനിക്ക് മോട്ടോർ സൈക്കിളുകൾ ഓടിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിൽ ഉറങ്ങാനും അത് ഭക്ഷിക്കാനും കഴിയുമായിരുന്നു. അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണ്. ബ്രാൻഡിന്റെ ശക്തിയിലും പാരമ്പര്യത്തിലും പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്ന സിദ്ധാർത്ഥ് റോയൽ എൻഫീൽഡിന് വേണ്ടി ഞെട്ടിക്കുന്ന ഒരു നീക്കം നടത്തി. ഐഷർ ഗ്രൂപ്പിന്റെ ലാഭകരമായിരുന്ന 15 ബിസിനസ്സുകളിൽ 13 എണ്ണവും വിറ്റൊഴിവാക്കി. മുഴുവൻ ശ്രദ്ധയും ട്രക്ക്, മോട്ടോർ സൈക്കിൾ ബിസിനസ്സുകളിൽ കേന്ദ്രീകരിച്ചു. ഈ ഒരൊറ്റ തീരുമാനം റോയൽ എൻഫീൽഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. സിദ്ധാർത്ഥ് ലാൽ ആദ്യം ശ്രദ്ധിച്ചത് ബൈക്കിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായിരുന്നു. ബുള്ളറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ പഴയ കാസ്റ്റ് അയൺ എഞ്ചിനായിരുന്നു. ഓയിൽ ലീക്കും ഉയർന്ന പരിപാലനവും ഉപഭോക്താക്കളെ അകറ്റി. ഇതിന് പരിഹാരമായി വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം 2009 കമ്പനി പുതിയ യൂണിറ്റ് കൺസ്ട്രക്ഷൻ എഞ്ചിൻ അവതരിപ്പിച്ചു. ഇത് ബൈക്കിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. ഓയിൽ ലീക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കി, മെയിൻ്റനൻസ് എളുപ്പമാക്കി. അതേസമയം ബുള്ളറ്റിന്റെ ആത്മാവായ തുടിപ്പ് നഷ്ടപ്പെടാതെ നിലനിർത്താനും അവർക്ക് കഴിഞ്ഞു. ഇതൊരു വിപ്ലവകരമായ മാറ്റമായിരുന്നു. പുതിയ UCE എഞ്ചിൻ ഉപയോഗിച്ച് 2009 റോയൽ എൻഫീൽഡ് ക്ലാസിക് 350, 500 എന്നീ മോഡലുകൾ പുറത്തിറക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ബൈക്കുകളുടെ റെട്രോ സ്റ്റൈൽ ഡിസൈൻ ഇന്ത്യൻ യുവത്വത്തെ ആവേശത്തിലാഴ്ത്തി. സ്പ്രിങ്ങുകളുള്ള സീറ്റും പഴയകാല രൂപകൽപ്പനയും
പുതിയ എഞ്ചിന്റെ വിശ്വാസ്യതയും ചേർന്നപ്പോൾ ക്ലാസിക് ഒരു തരംഗമായി മാറി. ബൈക്കിനായി മാസങ്ങളോളം കാത്തിരിക്കാൻ ആളുകൾ തയ്യാറായി. റോയൽ എൻഫീൽഡിന്റെ വളർച്ചയുടെ എഞ്ചിനായി ക്ലാസിക് 350 മാറി. വെറും ഒരു വാഹനം വിൽക്കുന്നതിന് പകരം ഒരു അനുഭവം വിൽക്കുക എന്നതായിരുന്നു സിദ്ധാർത്ഥിന്റെ അടുത്ത തന്ത്രം. പ്യുവർ മോട്ടോർ സൈക്ലിംഗ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിന്റെ ഭാഗമായി റൈഡർമാർക്കായി കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ചു. ഹിമാലയൻ ഒഡീസി, റൈഡർ മാനിയ തുടങ്ങിയ വലിയ റൈഡുകൾ കമ്പനി തന്നെ സംഘടിപ്പിച്ചു. ഇത് ഉടമകൾക്കിടയിൽ ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ സൃഷ്ടിച്ചു. അവർ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രചാരകരായി മാറി. എണ്ണമയമുള്ള വർക്ക്ഷോപ്പുകൾക്ക് പകരം ബ്രാൻഡിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന സ്റ്റൈലിഷ് പ്രീമിയം സ്റ്റോറുകളായി ഷോറൂമുകൾ മാറി. ഈ തന്ത്രങ്ങളെല്ലാം ഫലം കണ്ടു. വിൽപ്പന റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാൻ തിരുവൊട്ടിയൂരിലെ പഴയ ഫാക്ടറിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് 2013 ചെന്നൈക്കടുത്ത് ഒറകടത്ത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ ഫാക്ടറി തുറന്നു. പിന്നീട് 2017 വല്ലം വടകലിൽ മൂന്നാമത്തെ ഫാക്ടറിയും പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച ശേഷം റോയൽ എൻഫീൽഡിന്റെ അടുത്ത ലക്ഷ്യം ആഗോള വിപണിയായിരുന്നു. മിഡ് സൈസ് സെഗ്മെന്റിൽ ലോകത്തിലെ 1-ാം നമ്പർ ബ്രാൻഡാവുക എന്ന ലക്ഷ്യത്തോടെ സിദ്ധാർത്ഥ് ലാൽ തന്റെ താമസം ലണ്ടനിലേക്ക് മാറ്റി. ആഗോള ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് പുതിയ ബൈക്കുകൾ വികസിപ്പിക്കാനായി UK-യിൽ ഒരു ടെക്നോളജി സെന്റർ സ്ഥാപിച്ചു. ഇന്ത്യയിൽ അഡ്വഞ്ചർ ടൂറിംഗ് എന്നൊരു പുതിയ സെഗ്മെന്റ് തന്നെ സൃഷ്ടിച്ച മോഡലായിരുന്നു ഹിമാലയൻ. കുറഞ്ഞ വിലയിൽ മികച്ച ഓഫ് റോഡ് കഴിവുകളുമായി വന്ന ഹിമാലയൻ ലോകമെമ്പാടുമുള്ള സാഹസിക യാത്രികരുടെ പ്രിയപ്പെട്ട ബൈക്കായി മാറി. ഇന്റർസെപ്റ്റർ 650, കോണ്ടിനെന്റൽ GT 650 എന്നീ ഇരട്ട സിലിണ്ടർ ബൈക്കുകളുടെ വരവ് റോയൽ എൻഫീൽഡിന്റെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായിരുന്നു. ഹാർലി ഡേവിഡ്സൺ, ട്രയംഫ് തുടങ്ങിയ വമ്പന്മാരുടെ ബൈക്കുകളുടെ പകുതി വിലയിൽ മികച്ച പ്രകടനവും റിഫൈൻമെന്റുമുള്ള ഈ മോഡലുകൾ ലോകമെമ്പാടും നിരൂപക പ്രശംസ നേടി. UK പോലുള്ള വികസിത വിപണികളിൽ പോലും ഇവ ബെസ്റ്റ് സെല്ലറായി മാറി. ഇത് റോയൽ എൻഫീൽഡിനെ ഒരു യഥാർത്ഥ ആഗോള പ്ലെയറാക്കി മാറ്റി. കൂടുതൽ മികച്ച പ്രകടനവും കുറഞ്ഞ വൈബ്രേഷനുമായി 2020 പുതിയ J സീരീസ് എഞ്ചിൻ അവതരിപ്പിച്ചു. ഈ എഞ്ചിനുമായി വന്ന മീറ്റിയോർ 350, തുടർന്ന് വന്ന പുതിയ ക്ലാസിക് 350, ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ടിറക്കിയ ഹണ്ടർ 350 എന്നിവയെല്ലാം വൻ വിജയങ്ങളായി. സിദ്ധാർത്ഥ് ലാൽ എന്ന ഒറ്റയാന്റെ ദീർഘവീക്ഷണവും മോട്ടോർ സൈക്കിളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമാണ് റോയൽ എൻഫീൽഡിനെ ഇന്നത്തെ നിലയിലെത്തിച്ചത്. ബ്രാൻഡിന്റെ തനിമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ടു തന്നെ ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനപരമായ കുറവുകൾ പരിഹരിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. വെറും ഒരു ബൈക്ക് എന്നതിലുപരി ഒരു ജീവിതശൈലിയും ഒരു കമ്മ്യൂണിറ്റിയും ഒരു വികാരവുമാണ് റോയൽ എൻഫീൽഡ് ഇന്ന് വിൽക്കുന്നത്. ഒരു കാലത്ത് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്ന് ഇന്ന് പ്രതിവർഷം 8 ലക്ഷത്തിലധികം മോട്ടോർ സൈക്കിളുകൾ നിർമ്മിച്ച് ലോകമെമ്പാടും വിൽക്കുന്ന മിഡ് സൈസ് മോട്ടോർ സൈക്കിൾ വിപണിയിൽ 90% വിഹിതമുള്ള ഒരു ആഗോള ഭീമനായി റോയൽ എൻഫീൽഡ് മാറിയിരിക്കുന്നു. ഇതൊരു കച്ചവട വിജയം മാത്രമല്ല, ഒരു ഇന്ത്യൻ ബ്രാൻഡിന് ലോകത്തിന്റെ നെറുകയിൽ എങ്ങനെ എത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ്. റോയൽ എൻഫീൽഡിന്റെ ഓരോ തുടിപ്പിലും ഇന്ന് മുഴങ്ങുന്നത് തകർച്ചയെയും അതിജീവനത്തെയും വിജയത്തെയും കുറിച്ചുള്ള ഈ മഹത്തായ കഥയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.